ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബർഗറിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് ഇറച്ചിയോ അതുപോലെ മുട്ടയോ മൈദയോ ബ്രെഡ് ക്രംസോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ബണ്ണൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ എത്ര അളവിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു അളവിലേക്കുള്ളതാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. നല്ല പോലെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ഒട്ടും കട്ടകളില്ലാണ്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റണം. കഷ്ണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും വേവാഞ്ഞാൽ കഷ്ണങ്ങളായിട്ട് കിടക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി അല്ലി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഉള്ളി, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളകും കൂടെ നന്നായിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചതച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും. കഷ്ണങ്ങളാകുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലത് ഇതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഞാൻ ഒന്നേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുരുമുളകൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പില്ലാണ്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ടേസ്റ്റ് നോക്കട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒന്നിച്ചങ്ങോട്ട് ഇടേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ മാത്രമേ ചേർക്കാനുള്ളൂ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് 3 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ അളവിലും കൂട്ടി കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്താണ് എല്ലാ ഭാഗത്തേക്കും എല്ലാം നല്ല രീതിയിലാവുള്ളൂ. സ്പൂണോ തവിയൊക്കെ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്നാവില്ല. ഇനി കുറച്ച് കയ്യിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഉരുളകളാക്കിയിട്ട് റൗണ്ട് ഷേപ്പായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തണ്ട കേട്ടോ. കുറച്ച് കനത്തോട് കൂടി തന്നെ പരത്തിയെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേറെ ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ഞാനിപ്പോൾ ബണ്ണിൻ്റെ ഒരു ഏകദേശം വലുപ്പത്തിൽ അങ്ങോട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ബണ്ണിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു അളവ് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും വലുപ്പത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മുറിഞ്ഞ് വീഴിയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ മതി. നമ്മൾ ഒന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഓയിൽ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട, തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു ഭാഗം റെഡി ആവുന്ന സമയത്തൊന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഓയിലിനെ കോരി മാറ്റാം. അപ്പോൾ തിരിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കട്ടെ, മുകൾ ഭാഗത്ത് ഓയിലൊന്നും ഇല്ലാത്ത കാരണം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാവും ഇരിക്കുക. അപ്പോൾ പൊട്ടാണ്ട് നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നല്ല രീതിയിൽ തന്നെ 2 ഭാഗം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിനെ കോരി മാറ്റാം. അപ്പോൾ ഓയിലിന് കോരി മാറ്റിയിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെക്കുക കേട്ടോ. അതിൽ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആയിക്കോളും. അതിന് ശേഷം മാത്രം നമുക്ക് ബണ്ണിലേക്ക് വെച്ചുകൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീപ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. മുട്ടയോ ബ്രെഡ് ക്രംസോ ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ പൊട്ടാണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഷാലോ ഫ്രൈ ചെയ്യണതിന് നമുക്ക് മുട്ടയുടെ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. പൊട്ടാണ്ട തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മുക്കി പൊരിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ഓയിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതും നമുക്ക് ഒരു ഭാഗം റെഡി ആവുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞാലും മുകൾ ഭാഗം നമ്മൾ ഓയിലിൽ മുക്കി പൊരിക്കാത്ത കാരണം തന്നെ സോഫ്റ്റ് ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടാണ്ടൊന്ന് തിരിച്ചിട്ടാൽ മതി. ഇനി നമ്മൾ ബണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ ബേസിലൊന്ന് മയണൈസാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ മയണൈസ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ബർഗർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ഉള്ളി, അതുപോലെ കക്കരിക്ക, അതുപോലെ തക്കാളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെക്കുന്നുണ്ട്. കൂടുതൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെതാണ് പാറ്റീസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഉരുളക്കിഴങ്ങായി പോകും. അതുകൊണ്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, വീണ്ടും നമ്മൾ കുറച്ച് മയണൈസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ചീസിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ സാധാരണ വീട്ടിൽ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ബണ്ണിൻ്റെ മറ്റേ പീസും കൂടെ വെച്ചിട്ട് ഇങ്ങനെയും കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. ചീസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. എപ്പോഴും ബർഗറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.